ഹായ്, എല്ലാവർക്കും ഒരു പുതിയൊരു യാത്രയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ കോട്ടയം KSRTC സ്റ്റാൻഡിലാണ്. ഞാനിപ്പോൾ കോട്ടയം പാല തൊടുപുഴ KSRTC യാത്രയിലൊരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് KSRTCയുടെ ഏറ്റവും പുതിയ ബ്രാൻഡ് ന്യൂ സൂപ്പർ ഫാസ്റ്റ് ബസ്. സൂപ്പർ ബസ് എന്ന് വെച്ചാൽ സൂപ്പർ ബസ്സാണ്. TV ഒക്കെ ഉണ്ട്, ഒരുപാട് ഫെസിലിറ്റീസ് ഉള്ളൊരു ബസ്സാണിത്. ഇതാണ് കോട്ടയം KSRTC സ്റ്റാൻഡ്, കോട്ടയത്തെ മെയിൻ KSRTC സ്റ്റാൻഡാണ്. ഇവിടുന്ന് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ബസ് സർവീസ് ലഭ്യമാണ്. ഈ ബോർഡ് കണ്ടോ, ഈ ബോർഡ് ശ്രദ്ധിച്ചു. ഇപ്പോൾ KSRTCക്ക് ഒരു നമ്പർ സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ ഓരോ സ്ഥലത്തേക്ക് ഓരോ നമ്പർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തിരുവനന്തപുരത്തിന് 1, കോട്ടയത്തിന് 5, ഇപ്പം ഈരാറ്റുപേട്ടയാണെങ്കിൽ 54, പാലയാണെങ്കിൽ 53, അങ്ങനെ ഓരോ സ്ഥലത്തിനും ഓരോരോ കോഡുകളുണ്ട്. അതായത് ഇപ്പോൾ ലാംഗ്വേജ് അറിയത്തില്ലാത്തവരുണ്ട്. ഇപ്പോൾ ഒരുപാട് ഹിന്ദിക്കാരും വേറെയുള്ള അന്യനാട്ടുകാർ ഒരുപാട് പേര് കേരളത്തിൽ വരുന്നുണ്ട്, വിദേശികൾ വരുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ നമ്പർ സിസ്റ്റം KSRTC ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്. ഇതൊരു നല്ലൊരു സംഭവമായിരുന്നു. ഇത് കേരളത്തിന് വെളിയിൽ മിക്ക സ്റ്റേറ്റിലുള്ള സംഭവമാണ്. ഇപ്പോഴാണ് കേരളത്തിൽ വരുന്ന സംഭവം. അങ്ങനെ നമ്മുടെ വണ്ടി പാല ലക്ഷ്യമാക്കി പോവുകയാണ്. ഇവിടുന്ന് പാലായിലേക്ക് ഫാസ്റ്റ് പാസഞ്ചറിന് 45 രൂപയാണ് റേറ്റ് വരുന്നത്. ഓർഡിനറിക്ക് 38 രൂപയാണ് റേറ്റ് വരുന്നത്. ഇപ്പോൾ നമ്മൾ പോകുന്ന റൂട്ടിൽ തന്നെയാണ് കോട്ടയം ജില്ലയിലെ പാസ്പോർട്ട് കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ഇടതുവശത്തേക്ക് കിടക്കുന്ന വഴിയിലൂടെ ആണ് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്നത്. അതുകൊണ്ട് ഒരു KSRTCയുടെ പുതിയൊരു ന്യൂ ബ്രാൻഡ് ബസ്. ഈ ബസ് കാണാൻ തന്നെ എന്നാ ഭംഗിയാണ്, അടിപൊളി ബസ്സാണ്. ഇപ്പോൾ ഒരുപാട് അടിപൊളി ബസ്സുകൾ വരുന്നുണ്ട്. പിന്നെ അടിപൊളി ബസ്സുകൾ എനിക്ക് ഏറ്റവും ഇഷ്ടം തമിഴ്നാടിൻ്റെ SCTCയുടെ വണ്ടികളാണ്. അടിപൊളി ബസ് എന്ന് വെച്ചാൽ അടിപൊളി ബസ്, റേറ്റിംഗ് കുറവ്, നല്ല അടിപൊളി ഫെസിലിറ്റീസ് ഉള്ള ബസ്സാണ് തമിഴ്നാടിൻ്റെ വരുന്നത്. പിന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ KSRTCയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ വണ്ടികൾ തമിഴ്നാടിനെ വെച്ച് നോക്കുമ്പോൾ അത്രയും അടിപൊളി വണ്ടികളൊന്നും കേരളത്തിലില്ല. ഇന്ത്യയിൽ തമിഴ്നാട് കഴിഞ്ഞാൽ പിന്നെ കേരളം, ഈ 2 സ്റ്റേറ്റാണ് ബസ്സിൻ്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നത്. പിന്നെ കർണാടക, പിന്നെ നോർത്തിലോട്ട് പോകുമ്പോൾ പറയുകയും വേണ്ട, എല്ലാം ചക്ര വണ്ടികളാണ്. നമ്മൾ കോട്ടയത്തിൻ്റെ ഹൃദയഭാഗത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കോട്ടയം പാലാ റൂട്ടിൽ എപ്പോഴും ബസ്സുണ്ട്. 24 hours നമുക്ക് ബസ് ലഭ്യമാണ്. തൊടുപുഴയ്ക്കൊക്കെ എപ്പോഴും ബസ് ലഭ്യമാണ്. ഇത് തൊടുപുഴ ബസ്സാണിത്. ഇതാണ് കോട്ടയം ജില്ലയിലെ പടവലം പന്തൽ. കോട്ടയം സിറ്റിയുടെ ഒരു ഐക്കണാണ് ഈ പടവലം പന്തൽ. ഇപ്പോൾ നമ്മൾ കോട്ടയത്തൊക്കെ വരുമ്പോഴത്തേന് ഒരാൾ നമ്മൾ അറിയത്തില്ല അതെവിടെയാണ് നിൽക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പടവലം പന്തൽ എന്ന് പറഞ്ഞാൽ മതി, ഏത് മനുഷ്യനും അറിയും കോട്ടയത്തുള്ളത്. ഇതാണ് നമ്മുടെ ജോയി മാള്. ഒറ്റ മനുഷ്യനില്ല. കോട്ടയത്തൊക്കെ വരുമ്പോഴത്തേന് ഇടയ്ക്ക് മൂത്രമൊക്കെ ഒഴിക്കാൻ നമുക്ക് തോന്നുവാണെങ്കിൽ കയറി ഒഴിക്കാവുന്നതാണ്. അതിനൊക്കെ മാൾ കൊണ്ടൊരു വലിയ പ്രയോജനമുള്ളൂ. ഒറ്റ മനുഷ്യനില്ല. ഇതാണ് കോട്ടയം വേക്കർ ജംഗ്ഷൻ. അങ്ങനെ നമ്മുടെ വണ്ടി നാഗമ്പടം പാലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് നാഗമ്പടം പാലം. ഇതിൻ്റെ അടിയിൽ കൂടെ റെയിൽവേ ലൈനാണ് പോകുന്നത്. തൊട്ടടുത്താണ് റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ വലതുവശത്താണ് റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. പുതിയ പാലമാണ്. ഇതിൻ്റെ സൈഡിലായിരുന്നു പഴയ പാലം. അന്ന് 2-3 പ്രാവശ്യം ആ പാലം തകർക്കാൻ ബോംബ് വെച്ച് നോക്കിയിട്ടും തകർക്കാൻ പറ്റിയില്ല. അത് കൂട്ട് അത്രയും ഭയങ്കര ഒരു ഈട് നിൽക്കുന്നൊരു പാലമായിരുന്നു ആ പാലം. അവിടെ ഒരു തരത്തിലാണ് അവർ അഴിച്ചു മാറ്റിയത്. ഇപ്പം നമ്മൾ പോകുന്നത് MC റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. മീനച്ചിലാറിൻ്റെ സെൻറ്ററിലൂടെ നമ്മൾ പോവുകയാണ്. മീനച്ചിലാറിനെ കീറി മുറിച്ച് KSRTCയിൽ യാത്ര. അങ്ങനെ നമ്മൾ ഏറ്റുമാനൂർ എത്തിയിരിക്കുകയാണ്. കോട്ടയം ജില്ലയിലെ ഏറ്റവും ട്രാഫിക് മോശമായൊരു ടൗണാണ് ഏറ്റുമാനൂർ. എപ്പോഴും ബ്ലോക്കാണ്. ഇപ്പോൾ ബൈപ്പാസ് വന്നപ്പോൾ കുറച്ച് കുറവുണ്ട്, എന്നാലും നല്ലൊരു സിസ്റ്റം മാനേജ്മെൻറ്റ് ഇല്ലാത്തൊരു ടൗണാണ് ഏറ്റുമാനൂർ. എനിക്ക് ബേസിക്കലി കോട്ടയം ജില്ലയിലെ ഒരു ഇഷ്ടമില്ലാത്തൊരു ടൗണാണ് ഏറ്റുമാനൂർ. ഒരു മാനേജ്മെൻറ്റ് ഇവിടുത്തെ പ്രോപ്പർ മാനേജ്മെൻ്റ് അല്ല. അങ്ങനെ നമ്മുടെ ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ KSRTC ഇങ്ങനെ വളഞ്ഞു പോകുന്നതാണ് നല്ലൊരു പ്രത്യേക ഒരു ഭംഗിയാണ്. ഒരു മ്യൂസിക്കൊക്കെ ഇട്ട്, കോപ്പിറൈറ്റ് ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ടാണ് മ്യൂസിക് ഇടാത്തത്. അല്ലെങ്കിൽ മ്യൂസിക്കൊക്കെ ഇട്ട് നമുക്ക് തകർക്കായിരുന്നു. അങ്ങനെ നമ്മുടെ വണ്ടി മൂവ് ചെയ്തു.